ഓടനാട്ടിലെ അതിപുരാതനമായ വാരണപ്പള്ളി തറവാടിലും അതിനോട് ചേർന്ന ക്ഷേത്രത്തിലുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ലോകനാഥ പണിക്കർ എന്നറിയപ്പെടുന്ന നാരായണ പണിക്കറാണ് വാരണപ്പള്ളി തറവാടും അതിനോട് ചേർന്ന കളരിയും രൂപീകരിച്ചത്. ഓണാട്ടുകരയുടെ വാസ്തുശൈലി വിളിച്ചു പറയുന്ന ഒരു നിർമ്മിതിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വാരണപ്പള്ളി തറവാടിനും കളരിക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കാം. കായംകുളം രാജാവിന്റെ സൈന്യാധിപനും തുളുനാടൻ കളരിയിൽ അഗ്രഗണ്യനുമായിരുന്ന ശ്രീ പടവട്ടും പണിക്കരുടെ കുടുംബമാണ് വാരണപ്പള്ളി തറവാട്. അദ്ദേഹത്തെ വല്യച്ഛന്റെ സ്ഥാനത്ത് കുടിയിരുത്തി ഇന്നും ഇവിടെ ആരാധിച്ചു വരുന്നു. മാത്രമല്ല, ഓണാട്ടുകരയ്ക്ക് ഒരു പറ്റം ചേകവന്മാരെ സമ്മാനിച്ച ഒരു ഈഴവ കളരിയാണ് വാരണപ്പള്ളി കളരി. കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ യൗവനം പഠിച്ചതും വളർന്നതുമെല്ലാം ഈ തറവാട്ടിലായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ആ സ്ഥലത്ത് ഇവിടെ ഒരു ഗുരുമന്ദിരം സ്ഥാപിച്ച് ആരാധിക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന രക്തസാക്ഷി ശ്രീ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഭാര്യാഗ്രഹവും ഇതുതന്നെ. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം സംഘടിപ്പിക്കുന്നതിന്റെ 1 നൂറ്റാണ്ട് മുൻപ് തന്നെ ഈ കുടുംബത്തിലെ കാരണവർ വാരണപ്പള്ളി മണ്ണിൽ പന്തിഭോജനം നടത്തിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ തന്നെ സാമൂഹിക വിപ്ലവ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു ഈറ്റിലമാണ് വാരണപ്പള്ളി തറവാട്. കായംകുളത്ത് പുതുപ്പള്ളിയിലാണ് ഈ ക്ഷേത്രവും തറവാടും സ്ഥിതി ചെയ്യുന്നത്. വാരണപ്പള്ളിയുടെയും പടവട്ടും പണിക്കരുടെയും കൂടുതൽ കഥകൾ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം.